ചേർത്തല പള്ളിപ്പുറം കൊലപാതക കേസിലെ പ്രതി സെബാസ്റ്റ്യൻ കൂടുതൽ സ്ത്രീകളെ കൊലപ്പെടുത്തിയതായി സംശയം. കഴിഞ്ഞ ദിവസം സ്ത്രീയുടേതെന്ന് സംശയിക്കുന്ന ശരീരാവശിഷ്ടം ഇയാളുടെ പുരയിടത്തിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ കാണാതായ സ്ത്രീകളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കും. എച്ച് ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ഷാജഹാൻ, ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലിന്റെ ഞെട്ടലിൽ നിന്ന് നമ്മൾ ഇനിയും മോചിതരായിട്ടില്ല. അപ്പോഴാണ് മറ്റൊരു കൊലപാതക പരമ്പരയിലേക്ക് വഴിവെക്കുന്ന തെളിവുകളൊക്കെ പോലീസിന് ലഭിക്കുന്നത്. ചേർത്തലയിൽ നിന്ന് എന്താണ് പോലീസ് ഇത് സംബന്ധിച്ച് പറയുന്നത്? ചേർത്തലയിൽ പള്ളിപ്പുറത്ത് നടത്തിയ കൊലപാതക കേസിലെ പ്രതിയായ സെബാസ്റ്റ്യൻ കൂടുതൽ കൊലപാതകം ചെയ്തിട്ടുണ്ട്, കൂടുതൽ പേരെ കൊന്നിട്ടുണ്ട് എന്ന സംശയിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ പ്രതിയുമായി നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ ഈ പ്രതി സെബാസ്റ്റ്യൻ്റെ പുരയിടത്തിൽ നിന്ന് സ്ത്രീയുടേതെന്ന് സംശയിക്കുന്ന ശരീര അവശിഷ്ടം പോലീസിന് തെളിവായി ലഭിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെബാസ്റ്റ്യൻ കൂടുതൽ കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നത്. സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തതിലൂടെ അത്തരത്തിൽ കൂടുതൽ കൊലപാതകങ്ങളിലേക്ക് സൂചന നൽകുന്ന മൊഴികളും ഈ സെബാസ്റ്റ്യൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം നാട്ടുകാരിൽ നിന്നും പോലീസിന് അത്തരത്തിലുള്ള മൊഴികളും ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിപുലപ്പെടുത്തുകയാണ് അന്വേഷണം. കഴിഞ്ഞ 20 വർഷക്കാലമായി ആലപ്പുഴ ചേർത്തല പ്രദേശത്തെ കാണാതായവരുടെ വിവരങ്ങൾ ശേഖരിച്ച് അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാണാതാവലുമായി ബന്ധപ്പെട്ട സെബാസ്റ്റ്യന് ഏതെങ്കിലും രീതിയിലുള്ള പങ്കുണ്ടോ എന്നതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷത്തെ ആ പ്രദേശത്ത് കാണാതായ ആളുകളുടെ വിവരങ്ങളും വിശദാംശങ്ങളും എടുത്ത് പോലീസ് പരിശോധിച്ചു വരികയാണ്. എച്ച് ഷാജഹാൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. ഷാജി, ഒരു കൊലപാതക പരമ്പരയിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകളാണോ പോലീസിന് ലഭിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും വിനിഷ, ചേർത്തല പള്ളിപ്പുറത്ത് ഞാനിപ്പോൾ ഈ സെബാസ്റ്റ്യൻ്റെ വീടിന് സമീപത്താണ് നിൽക്കുന്നത്. ചേർത്തലയിൽ നിന്നും ഏതാണ്ട് ഒരു 7 കിലോമീറ്റർ മാറിയാണ് സെബാസ്റ്റ്യൻ താമസിക്കുന്ന പള്ളിപ്പുറത്തെ ഈ വീട്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ വീടിന് ഇപ്പോൾ പോലീസ് സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. കാര്യം അയാളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി പോലീസ് ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും ജൈനമ്മയുടെ കേസ്, കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയായിട്ടുള്ള ജൈനമ്മയുടെ കേസ് അന്വേഷിക്കുന്നതിനിടയിലാണ് ഇവിടെ നിന്നും ഒരു മൃതദേഹം പോലീസിന് ലഭിക്കുന്നത്. അത് ഒരു സ്ത്രീയുടേതാണെന്നാണ് സംശയം. അത് DNA ടെസ്റ്റിന് അയച്ചിരിക്കുകയാണ്. കാര്യം ഇതാരാണ്, ആരുടെ മൃതദേഹമാണ് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. അതോടൊപ്പം അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് ഐഷ, ബിന്ദു എന്ന് വിളിക്കുന്ന സിന്ധു, ബിന്ദു പത്മനാഭൻ, ഇങ്ങനെ തുടങ്ങി 3-4 സ്ത്രീകളുടെ പേര് വിവരങ്ങൾ അവർ ഈ കഴിഞ്ഞ 2006 ശേഷം ചേർത്തലയിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും കാണാതായിട്ടുള്ള സ്ത്രീകളാണ്. ഇവരൊക്കെ തന്നെ ഫോൺ കോളുകളും മറ്റും പരിശോധിച്ചപ്പോൾ ഈ സെബാസ്റ്റ്യനുമായിട്ടൊക്കെ തന്നെ ബന്ധമുള്ളതായിട്ട് പോലീസിനൊന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷേ അന്ന് ചോദ്യം ചെയ്യലിൽ നിന്നും കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിരുന്നില്ല. പിന്നീട് ഇപ്പോൾ ഈ ജൈനമ്മയുടെ കൊലപാതകത്തിന് ശേഷം പോലീസ് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും ചില സൂചനകളൊക്കെ തന്നെ പോലീസിന് ലഭിച്ചു. ഇയാൾ 1-ലധികം സ്ത്രീകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു സംശയമാണ് പോലീസിന് ഇപ്പോൾ ഉള്ളത്. ഇയാൾക്ക് ഇപ്പോഴേണ്ട 67 വയസ്സോളം പ്രായമുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസിൻ്റേതായ രീതിയിൽ ഇയാളെ ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ എങ്കിലും സാഹചര്യ തെളിവുകളുടെയും ഫോൺ കോളുകളുടെയൊക്കെ തന്നെ പരിശോധനയുടെ ഫലമായിട്ട് ഇയാൾക്ക് പങ്കുണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി മുതൽ തന്നെ ഇതിനുള്ളിൽ ഇപ്പോൾ പോലീസ് ബന്ധോബസ്തിലാണ് ഇപ്പോൾ ഈ വീട്. കാരണം ഇതേതാണ്ട് 2 ഏക്കർ വരുന്ന ഒരു പുരയിടത്തിൻ്റെ നടുക്കാണ്, ഒരു ഒറ്റപ്പെട്ട പ്രദേശത്താണ് ഈ വീട് നിൽക്കുന്നത്. ഇതിനുള്ളിൽ എന്ത് നടന്നാലും ആരും അറിയില്ല. തൊട്ട് സമീപത്തുള്ള ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തുന്ന സ്ത്രീകളെ, അവരുടെ ബുദ്ധിമുട്ടുകളുമായി അവിടെ എത്തുന്ന സ്ത്രീകളെ ബന്ധപ്പെട്ട് അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് അവരെ സഹായിക്കാനെന്ന പേരിൽ അവരുടെ സ്വർണവും വസ്തുക്കളും മറ്റും തട്ടിയെടുത്ത് അവരെ കൊലപ്പെടുത്തുക, ഇതായിരുന്നു ഇയാളുടെ രീതി. ഇത്തരത്തിലൊരു അന്വേഷണമാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇയാൾക്ക് കൊലപാതകത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇതിനുശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തൊട്ട് സമീപത്തെ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഈ സ്ത്രീയുടേതെന്ന് സംശയിക്കുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ പണയം വെച്ച രീതിയിൽ പോലീസ് കണ്ടെടുത്തിരുന്നു. അപ്പോൾ കൊലപാതകത്തിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്ന് വ്യക്തമാണ്. കാര്യം ഇത് ഇയാളോടൊപ്പം മറ്റു പലരും ഉണ്ടോ എന്നുള്ള സംശയമാണ് പോലീസിന് ഇപ്പോഴുള്ളത്. എന്തായാലും ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് നിലവിൽ അന്വേഷിക്കുന്ന ഒരു കേസ്. അതോടൊപ്പം തന്നെ ചേർത്തല പോലീസും മറ്റും അന്വേഷിക്കുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രത്യേക ഒരു ടീമിനെ രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചേർത്തലയിലും പരിസരത്തുമായി ഏതാണ്ട് 20 വർഷത്തിൻ്റെ 2006 ശേഷം കാണാതായ സ്ത്രീകളെക്കുറിച്ച് ഓരോ പോലീസ് സ്റ്റേഷനിലും അന്വേഷണം നടക്കുന്നുണ്ട്. അവർ ഇയാൾ
ഇയാളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഇയാൾക്ക് കൂടുതൽ ഈ കൊലപാതകത്തിൽ ഏതൊക്കെ തരത്തിൽ പങ്കുണ്ട്, കൂടുതൽ സ്ത്രീകൾ ഇവിടെ കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നു. എന്തായാലും ഈ വീടും പരിസരവും ഒക്കെ തന്നെ പോലീസ് പൂർണ്ണമായിട്ടും പരിശോധിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ഇവിടെ പോലീസ് സംരക്ഷണയിൽ ഈ വീടും പരിസരവും ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഷാജി, ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പരയുടെ വെളിപ്പെടുത്തലിൻ്റെ ഞെട്ടലിൽ നിന്ന് നമ്മളിപ്പോഴും മോചിതരായിട്ടില്ല. അവിടെ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ അവിടെ തെളിവെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ പരിശോധനയൊക്കെ നടത്തിയിരുന്നു. അതേ തരത്തിലുള്ള പരിശോധന ഇനി ഏതായാലും സെബാസ്റ്റ്യൻ്റെ വീട്ടിലും വേണ്ടിവരും. കാരണം അത്തരത്തിൽ നിരവധി കൊലപാതകങ്ങൾ ചെയ്തു എന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക്, സംശയിക്കേണ്ടിയിരിക്കുന്ന തലത്തിലേക്കാണ് ഈ തെളിവുകൾ പുറത്തേക്ക് വരുന്നത്. അത് നാട്ടുകാരുടെ മൊഴികളായാലും പുറത്ത് നേരത്തെ ഷാജി സൂചിപ്പിച്ചതുപോലെ ഈ കാണാതായ സ്ത്രീകളുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ കടയിൽ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ പ്രകാരമാണെങ്കിലും നിരവധി കൊലപാതകങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ട ഒരു ഘട്ടത്തിൽ തന്നെയാണ്. അതേ അനുമാനത്തിൽ തന്നെയാകണം പോലീസ് സെബാസ്റ്റ്യനിലേക്ക് എത്തിയതും. ഏത് രീതിയിലാണ് സെബാസ്റ്റ്യൻ എന്ന ആളിലേക്ക് പോലീസ് എത്തിയത്? വിനിഷ സൂചിപ്പിച്ച പോലെ തന്നെ തീർച്ചയായിട്ടും വിനിഷ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം ബിന്ദു പത്മനാഭനെ കാണാതായ കേസുമായി ബന്ധപ്പെട്ട് ആ ഫോൺ കോളുകളും മൊത്തം അന്ന് അന്വേഷിച്ച പോലീസ് പരിശോധിച്ചപ്പോൾ ഈ സെബാസ്റ്റ്യനുമായിട്ട് ബന്ധമുണ്ട് എന്ന് വ്യക്തമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് അയാളെ കുറച്ചധികം കാലം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. 2017 വരെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഇയാൾ പോലീസുമായിട്ട് കാര്യമായ വിവരങ്ങളൊന്നും തന്നെ പങ്കുവെച്ചിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് കാര്യമായ ഒരു അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലോട്ട് പോകാൻ സാധിച്ചില്ല. അതിനുശേഷം ഇപ്പോൾ കോട്ടയം ക്രൈംബ്രാഞ്ച് ഒരു കേസെടുത്ത് ഇയാളെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസിൻ്റെ ചുരുളുകൾ അഴിയുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി അവരുടെ മൃതദേഹം, ശരീരത്തിൻ്റെ അവശിഷ്ടം ഈ വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇയാൾക്ക് ഈ കൊലപാതകത്തിലുള്ള പങ്ക് അന്വേഷണ സംഘത്തിന് വ്യക്തമായി. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ, സംശയിക്കത്തക്ക തരത്തിലുള്ള തെളിവുകൾ പോലീസ് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇവിടെ ഈ വീടും പരിസരവും, ഈ 2 ഏക്കർ വരുന്ന വീടും പരിസരവും പൂർണ്ണമായിട്ടും പരിശോധിക്കാനായിട്ട് സംയുക്ത ടീമിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പരിശോധനയിലേക്കായിരിക്കും ഈ വരും ദിവസങ്ങളിൽ, ഒരു പക്ഷേ ഇന്നോ നാളെയോ ഒക്കെ തന്നെ പോലീസ് പോകുന്നത്. അങ്ങനെയുള്ള പരിശോധനയിൽ കൂടുതൽ എന്തെങ്കിലും തെളിവുകൾ ഇവിടെ നിന്ന് ലഭിക്കുമോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇയാളെക്കുറിച്ച് പൊതുവെ നാട്ടിലൊക്കെ തന്നെ കാര്യമായിട്ടൊരു ബന്ധമില്ലാത്ത മനുഷ്യനാണ്. മാത്രമല്ല ഇയാളൊരു വസ്തു വ്യാപാരിയാണ്. ഇയാൾ ഒരു ബ്രോക്കറായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒട്ടനവധി ചീറ്റിംഗ് കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ട്. 10-17 കേസുകളോളം ചീറ്റിംഗ് കേസുകളുണ്ട്. ഇങ്ങനെ നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ കൊലപാതക കേസുകൾ കൂടി ഉയർന്നു വരുന്നത്. വിനിഷ.